ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടേക്കാണ് എല്ലാവരും ഓടിച്ചാടി പോകുന്നതെന്നല്ലേ? അമ്മേനെയും കൂട്ടിയിട്ട് ചാമ്പങ്ങ പറിക്കാൻ പോകുന്ന പോക്കാണ് കേട്ടോ. തക്കു ചാമ്പങ്ങൻ്റെ കളറൊന്ന് മാറി തുടങ്ങും. അച്ഛമ്മ ചാമ്പങ്ങ പറിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് പിടിച്ച് വലിച്ച് അമ്മേനെ കൂട്ടിയിട്ട് പോകും. നൈന് പിന്നെ മാങ്ങേൻ്റെ ഉസ്താദാട്ടോ. എവിടെ മാങ്ങ കണ്ടാലും അത് പറിച്ചിട്ട് വന്ന് ഉപ്പും മുളകിട്ട് തിന്നുക. അതാണ് അവളുടെ പ്രധാന ഹോബി. എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കുറച്ച് നേരം കിണുക്കിയിട്ടൊക്കെ പോകും കേട്ടോ. പക്ഷെ അമ്മ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അതിന് സോപ്പ് അടിച്ചിട്ട് കൊണ്ടുപോകും. എന്നോട് പിന്നെ ഈ സോപ്പടിയൊന്നും നടക്കില്ല, ചിലപ്പോൾ ചീത്ത കേൾക്കും കേട്ടോ. അതുകൊണ്ട് അമ്മേനെയും ഏട്ടനെയും സോപ്പ് അടിച്ചിട്ട് കൊണ്ടുപോകും കേട്ടോ. ചാമ്പകം മാത്രമല്ല, മാങ്ങയും കൂടി പറപ്പിച്ചിട്ടാണ് അമ്മയും മക്കളും കൂടി വീട്ടിലേക്ക് കയറി വന്നത് കേട്ടോ. ഉപ്പുമുളക് ഇടാൻ കുറെ ഉണ്ടല്ലോ. പന്തയത്തിൽ ജയിച്ച കുതിരയുടെ സ്വഭാവമായിരുന്നു തക്കൂന്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാനിവിടെ വൈകുന്നേരത്തെ തിരക്കിലാണ്. മുറ്റടിക്കണം, കുളിക്കണം, വിളക്ക് വെക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ മുറ്റത്ത് നല്ല പൊടിയാട്ടോ, റോഡ് പണീൻ്റെ പൊടിയും എല്ലാം ഉണ്ട്. രാത്രി ചോറൊക്കെ തിന്നു കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമുക്ക് വയലിലൊന്ന് പോയിട്ട് വരാം, കുളത്തിലൊന്ന് നോക്കണം, വെള്ളം വരുന്നുണ്ടോ വീഴുന്നുണ്ടോ എന്നൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെയും പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ട് പോയി കേട്ടോ. അവിടെ എത്തിയപ്പോൾ നല്ല മൂങ്ങ കരയുന്ന സൗണ്ട് കേട്ടു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ തിരിച്ച് പിന്നെ ഞങ്ങളിപ്പോൾ അതാ തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഏട്ടൻ ഇന്നലെ സാമ്പാർ കൂട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കൊരു കറിക്കുള്ള കുമ്പളങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അത് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ കുമ്പളങ്ങയും പരിപ്പും കൂടി കേട്ടോ വെച്ചിട്ടുള്ളത്. കുറച്ച് സോയാബീൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. കുറച്ച് മാങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മാങ്ങ ചമ്മന്തി അരയ്ക്കാൻ മക്കളെ ഏൽപ്പിച്ചു കേട്ടോ. മക്കൾക്ക് ലീവുള്ള ദിവസം എന്തെങ്കിലും പണിതാന്നും പറഞ്ഞുകൊണ്ട് പുറകെ നടക്കും കേട്ടോ. അപ്പോൾ ഉള്ളി പൊളിക്കാൻ തക്കുവിനെ ഏൽപ്പിച്ചു, മാങ്ങ മുറിക്കാൻ നൈനികേനെ ഏൽപ്പിച്ചു കേട്ടോ. ഞാൻ ഏൽപ്പിച്ചതൊന്നും അല്ല കേട്ടോ, അവർ സ്വന്തം എടുക്കുന്നതാണ്. അവർക്ക് പണി കൊടുക്കാൻ പോയാൽ എനിക്ക് പണി തരുന്ന അവസ്ഥയിലാണ് കേട്ടോ. നൈന് പറയും ഞാൻ ചമ്മന്തി അരയ്ക്കാന്ന്, അപ്പോൾ തക്കോട് പറയും ഞാൻ ചമ്മന്തി അരയ്ക്കാന്ന്. അങ്ങനെ ഓരോ പേരും പറഞ്ഞാൽ ഓരോ അടി നടന്നിട്ടുണ്ടാവും കേട്ടോ. കൂടെ ആളില്ലെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? ആദ്യം തന്നെ മിക്സിയിൽ മാങ്ങയൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ചതച്ചെടുത്തു. കൂടെ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ചതച്ചതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തുടക്കൽ കാണാൻ നല്ല രസമുണ്ട്. തുടയ്ക്കാൻ നേരം മോപ്പ് എടുത്തപ്പോഴാണ് രണ്ടുപേരും അടി തുടങ്ങിയിട്ടോ. അവർ തുടച്ചോളാം, അമ്മ അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കുറച്ച് ഭാഗം മാത്രം തുടയ്ക്കാൻ സമ്മതം കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ അത് വേറൊരു അടിയിലേക്ക് പോകും. കൊണ്ടാ ഞാൻ തുടയ്ക്കാൻ. അങ്ങനെ എങ്ങനെയൊക്കെയോ ആ മോപ്പൊന്ന് പിടിച്ചു വാങ്ങി ബാക്കി ഭാഗം ഞാൻ തുടച്ചു കേട്ടോ. മക്കൾക്ക് ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ നമ്മുടെ പണിയെല്ലാം വേഗം തീരും കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി പോയിട്ട് ഒരു കാര്യവും നടക്കില്ല. അങ്ങനെ ഉച്ചയായപ്പോഴാണ് ഏട്ടൻ എന്നെ വിളിച്ചു വന്നത്. നിന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ടെന്ന് കേട്ടോ. അപ്പം ഞാൻ ആകാംക്ഷയോടെ പോയി നോക്കിയപ്പോൾ കണ്ടത് ഒരു ഡെലിവറി ബോയ് ആണ് കേട്ടോ. റോഡ് ഇങ്ങനെയായപ്പോൾ എന്താ സുഖം. ഇല്ലെങ്കിൽ ഞങ്ങൾ മേലെ വരെ പോകേണ്ടി വന്നതിന് കേട്ടോ. മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നില്ലേ, ബസ് കയറ്റി വിടുന്നില്ലേ, അവിടം വരെ പോകേണ്ടി വന്നതിന് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അധികവും ഓർഡർ ചെയ്യിക്കുന്നത് അജിത ചേച്ചീനെ കൊണ്ടായിരിക്കും. ചേച്ചീൻ്റെ വീട് റോഡ് സൈഡാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് അവിടം വരെ പോകേണ്ട ആവശ്യം വരില്ലല്ലോ. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇവിടം വരെ കൊണ്ടുതരുന്നത് കേട്ടോ. എത്തിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അരമണിക്കൂറായി ഞാൻ ആ വെയിലത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ സാധനം കയ്യിൽ കിട്ടിയിട്ടോ. വേറൊന്നുമല്ല, തക്കുടുവിന് കുറച്ച് ഹിന്ദി സ്റ്റോറി ബുക്കാണ് കേട്ടോ. ഉള്ളത്തെ സാധനം കൂടി കീറും രണ്ടും കൂടിയിട്ട്. ബുക്ക് കീറുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 2 പേർക്ക് ആവശ്യമാണ്.
ഉള്ളിലുള്ള സാധനം കീറിയാലും വേണ്ടില്ല, ആദ്യം ആരെടുക്കുന്നു അവരാണ് വിജയി. അതാണ് ഇവിടുത്തെ രീതി. ഈ കാണുന്ന സന്തോഷമൊന്നും ബുക്ക് വായിക്കാൻ നേരത്തെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ കരച്ചിലായി, ബഹളമായി, ഒന്നും പറയണ്ട. ബുക്ക് കണ്ടിട്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ വായിച്ച് നോക്കുമ്പോൾ അറിയാം എന്താ സ്ഥിതിയെന്ന്. ഇന്നലെ അമ്മേൻ്റെ അനിയത്തി ഒരു ബ്രോക്കോളി കൊണ്ട് തന്നു കേട്ടോ. ഞാൻ എപ്പോഴും ബ്രോക്കോളജി എന്നേ പറയുള്ളൂ. ബയോളജി പറഞ്ഞത് ബ്രോക്കോളജി ആയി. അത് അവർ വീട്ടിൽ തന്നെ കൃഷി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാനതിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിപ്പോൾ തോരൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ ചെറുതായി അരിഞ്ഞ സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ബ്രോക്കോളി ഇട്ട് കൊടുക്കാം. ഞാൻ ബ്രോക്കോളി ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ കേട്ടോ. മക്കളുള്ളത് കൊണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ല. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ചുവന്നുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ ഓണാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഓഫായിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബ്രോക്കോളിയിലേക്ക് 2-3 സ്പൂണ് വെള്ളം ഒന്ന് ചെറുതായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ 1/4 മുറി തേങ്ങയും കൂടി ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തു കേട്ടോ. പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ബ്രോക്കോളി തോരൻ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഞാനും അമ്മയും അച്ഛനും ചോറ്, ഏട്ടനും മക്കളും കഞ്ഞിയാണ് കേട്ടോ കഴിക്കുന്നത്. അവർ ചെറുപയർ കഞ്ഞിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.